Welcome to the online session of Career Maker. Today we are going to discuss about the topic vitamins. Vitamins എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് വൈറ്റമിൻസ് എന്ന് ചോദിക്കാം. സിംപിളി വാട്ട് ആർ വൈറ്റമിൻസ്? അപ്പോൾ വാട്ട് ആർ വൈറ്റമിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻസ് ആർ സിംപിളി ഓർഗാനിക് കോമ്പൗണ്ട്സ്. അപ്പോൾ ഓർഗാനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാർബൺ അല്ലെങ്കിൽ കാർബൺ ഡെറിവേറ്റീവ്സിനെയാണ് നമ്മൾ ഈ പറയുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. കാർബൺ ലൈക്ക് നമുക്കറിയാം കാർബൺ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ് ഈസ് നോൺ ആസ് ഓർഗാനിക് സിംപിളി. അല്ലെങ്കിൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ളതെന്നുള്ള ഒരു ഡെഫിനേഷനും ഉണ്ട്. ഓർഗാനിക് മൈക്രോ ന്യൂട്രിയൻസ്. എന്താണ് മൈക്രോ ന്യൂട്രിയൻസ്? മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വാക്കിൻ്റെ അർത്ഥം? സ്മാൾ എന്നൊക്കെയുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ കുറച്ച് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് ചെറിയ അളവിൽ വേണ്ടതാണ് മൈക്രോ ന്യൂട്രിയൻസ്, എന്നാൽ വിച്ച് ആർ എസെൻഷ്യൽ ആണ്. എസെൻഷ്യൽ ഫോർ ലൈഫ്. അപ്പോൾ വൈറ്റമിൻസ് ആർ ഓർഗാനിക് മൈക്രോ ന്യൂട്രിയൻസ് എസെൻഷ്യൽ ഫോർ ലൈഫ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് എന്തായാലും ഡെഫിനിഷൻ എന്താണ് നമുക്ക് എക്സാമ്പിൾ ചോദിക്കത്തില്ല. ചോദിക്കാൻ പോകുന്നത് വൈറ്റമിൻസ് ആർ ഡാഷ് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ്, ഓർഗാനിക്, ഇൻഓർഗാനിക്, ബോത്ത് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക്, നൺ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ അവിടെ പറയണം ഓർഗാനിക് ആണ്. ഇനി എന്ത് ടൈപ്പ് ന്യൂട്രിയൻ്റ് ആണ് വൈറ്റമിൻ? മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. അപ്പോൾ ന്യൂട്രിയൻസ് നമ്മൾ പ്രധാനമായിട്ട് മാക്രോ ന്യൂട്രിയൻസ് എന്നും മൈക്രോ ന്യൂട്രിയൻസ് എന്നും തിരിക്കാറുണ്ട്. അപ്പോൾ മാക്രോ ന്യൂട്രിയൻസിന് എക്സാമ്പിളാണ് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ തുടങ്ങിയവരെല്ലാം മാക്രോ ന്യൂട്രിയൻസ് ആണ്. അത് നല്ല അളവിൽ നമ്മുടെ ശരീരത്തിന് വേണം. എന്നാൽ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ എക്സാമ്പിളാണ്, ചെറിയ അളവിൽ മതി. അപ്പോൾ മൈക്രോ ലെവൽ അല്ലെങ്കിൽ ചെറിയ അളവിൽ വേണ്ട ന്യൂട്രിയൻസ് ആണ് മൈക്രോ ന്യൂട്രിയൻസ്. എക്സാമ്പിൾ വൈറ്റമിൻസ്, മിനറൽസ്, അതൊക്കെയാണ് മൈക്രോ ന്യൂട്രിയൻസിന് എക്സാമ്പിൾ. ഇനി ഇത് ഈ ഇടയ്ക്ക് നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാറുണ്ട്. ദ നെയിം വൈറ്റമിൻ വാസ് ഗിവൺ ബൈ എ പോളിഷ് സയൻറ്റിസ്റ്റ് നോൺ ആസ് കാസ്മിർ ഫങ്ക്. അപ്പോൾ ഇത് സ്ഥിരമായി നമ്മൾ പഠിപ്പിക്കാത്തൊരു ടോപ്പിക്കാണ്. ഇങ്ങനൊരു സയൻറ്റിസ്റ്റിൻ്റെ പേരൊക്കെ വെച്ചുള്ള ചോദ്യങ്ങൾ കഴിവതും നമ്മൾ ഒഴിവാക്കാറാണ്. പക്ഷേ ലാസ്റ്റ് CGL-ന് ഒരു സ്ട്രീമിന് നമുക്ക് എന്ത് ചോദിച്ചു? കാസ്മിർ ഫങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നിട്ട് ഇതേ ചോദ്യം ചോദിച്ചു. വൈറ്റമിനുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ വന്നു. വൈറ്റമിൻ എന്ന് പറയുന്ന ദ നെയിം, വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ എന്നാണ് അർത്ഥം. വൈറ്റൽ മീൻസ് എസെൻഷ്യൽ എന്നുള്ള അർത്ഥമാണ്. ഇത് നൽകിയത് ആരാന്ന് ചോദിച്ചു. പോളണ്ട് ബേസ്ഡ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ് ആണ് കാസ്മിർ ഫങ്ക്. അപ്പോൾ ഇത് ചോദിച്ചുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നു. ഇത്രയാണ് ഈ സ്ലൈഡ് പറയാനുള്ളത്. അടുത്തിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സാം പെർസ്പെക്റ്റീവിൽ വേണ്ട ഒരു സാധനമാണ് വൈറ്റമിൻ്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ വൈറ്റമിൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 2 ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ 2 ടൈപ്സ് ബേസ്ഡ് ഓൺ സോലുബിലിറ്റി. അലിയുന്നതിനനുസരിച്ച് അല്ലേ, വെള്ളത്തിൽ അല്ലെങ്കിൽ കൊഴുപ്പിൽ ആണ് പ്രധാനമായും വൈറ്റമിൻസ് അലിയുന്നത്. അതിൻ്റെ സോലുബിലിറ്റിയുടെ ബേസിലാണ് വൈറ്റമിൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്, ഫാറ്റ് സോലുബിൾ ആൻഡ് വാട്ടർ സോലുബിൾ. അപ്പോൾ പേരിൽ പറഞ്ഞിട്ട് ഫാറ്റ് സോലുബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൊഴുപ്പിൽ അല്ലേ, ലൈക്ക് ഇപ്പോൾ ഓയിൽസ്, ഗീ പോലുള്ളതിനകത്തെല്ലാം അലിയുന്ന വൈറ്റമിൻസ്, ദാറ്റ് ഈസ് സിംപ്ലി ഫാറ്റ് സോലുബിൾ. എന്നാൽ വാട്ടർ സോലുബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളത്തിൽ അലിയുന്നതാണ് വാട്ടർ സോലുബിൾ. ഇപ്പോൾ 2 ടൈപ്സ്, ഫാറ്റ് സോലുബിൾ, വാട്ടർ സോലുബിൾ. എന്തിനെ ബേസ് ചെയ്താണ്? സോലുബിലിറ്റി ബേസ് ചെയ്താണ്. അതും നമുക്കൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാം അല്ലേ. ഒബ്ജക്റ്റീവ് മാതൃകയിൽ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റാൻ പറ്റുന്നേ ഉള്ളൂ. ഓപ്ഷൻസ് തരുന്നതിനകത്താണ് ചോദ്യകർത്താവിൻ്റെ കഴിവിരിക്കുന്നത്. അപ്പോൾ ഈ സോലുബിലിറ്റി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉത്തരമായിട്ട് വരാം, അല്ലെങ്കിൽ സോലുബിലിറ്റി എന്ന് പറയുന്ന ഫാക്ടർ ഉത്തരമായിട്ട് വരാം. വൈറ്റമിൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ഓപ്ഷനായിട്ട് എന്ത് ചോദിക്കാം? സോലുബിലിറ്റി എന്നുള്ളത് ഉത്തരമായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഇനി വൈറ്റമിൻസ് വിച്ച് ആർ ഫാറ്റ് സോലുബിൾ ഈസ് നോൺ ആസ് which are soluble in fat is known as fat soluble vitamins. Example ADEK. നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാം. ഫാറ്റ് കേടാന്ന് പഠിച്ചാൽ മതി, ശരീരത്തിന് ഫാറ്റ് കേടാന്ന് പഠിച്ചാൽ മതി. KEDA അല്ലെങ്കിൽ ADEK എന്ന് പഠിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാം. ഇത് പുതിയൊരു കാര്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശരീരത്തിന് ഫാറ്റ് കേടാന്ന് ആലോചിക്കാം. ADEK. അപ്പോൾ ഇതിനകത്തുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കാൻ പറ്റുന്നത്? ഫൈൻഡ് ദ ഓഡ് വൺ. ഓപ്ഷൻ എ വൈറ്റമിൻ എ, ഓപ്ഷൻ ബി വൈറ്റമിൻ ബി, ഓപ്ഷൻ സി വൈറ്റമിൻ ഇ, ഓപ്ഷൻ ഡി വൈറ്റമിൻ സി എന്ന് വരും. ഫൈൻഡ് ദ ഓഡ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ കോഡ് എന്താണ്? ഫാറ്റ് കേടാ. എ ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. സി എന്ന് പറയുന്നത് ഫാറ്റ് സോലുബിൾ ആണോ? അല്ല.
സി എന്ന് പറഞ്ഞാൽ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ്, വാട്ടർ സോലുബിൾ ആണ്. അതുകൊണ്ട് ഓഡ് വൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ സി എന്ന് പറയാം. സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി വൈറ്റമിൻസ് വിച്ച് ആർ സോലുബിൾ ഇൻ വാട്ടർ ഈസ് നോൺ ആസ് വാട്ടർ സോലുബിൾ വൈറ്റമിൻസ്. എക്സാമ്പിൾ ബി കോംപ്ലക്സ് വൈറ്റമിൻസ്, വൈറ്റമിൻ സി. നമ്മൾ സ്ഥിരം പനിയൊക്കെ വരുമ്പോൾ കഴിക്കുന്നതാണ് ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. കാരണം അതിങ്ങനെ ഒരു 8 വൈറ്റമിൻസ് ഉള്ളതാണ്. ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി, ഇത് കാണാനൊന്നും പഠിക്കരുത്. B1, B2, B3, B5, B6, B7, B9, B12. ഇത്രയും ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ആണുള്ളത്. നമ്മൾ ഒറ്റ ടാബ്ലറ്റ് ആയിട്ട് കഴിക്കുന്നെങ്കിലും ഇത് എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. അപ്പോൾ എത്ര ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി കോംപ്ലക്സ് വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ 8 എണ്ണം. ഈ ബിയെ ഒരു 8ആയിട്ടങ്ങ് ചിന്തിച്ചാൽ മതി. ബി ഇല്ലേ, ബി നമുക്കൊരു 8ആയിട്ടങ്ങ് ചിന്തിച്ചാൽ മതി. എത്ര ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ബി കോംപ്ലക്സ് വൈറ്റമിൻസ്. അതായത് B1, B2, B3, B4 എന്ന് പറഞ്ഞൊരു വൈറ്റമിൻ ഇല്ല. കണ്ടോ, 1, 2, 3, 4 ഇല്ല, 5, 6, 7, 8 ഇല്ല. ഓക്കെ, ഇത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫൈൻഡ് ദ ഓഡ് വൺ. B1, B2, B3, B4 ഉണ്ടോ? B4 ഉണ്ടോ? ഇല്ല. ഓക്കെ, B5, B6, B7, B8, B9, B12. ഓക്കെ, ഇതൊക്കെ ഓരോന്നിനെ കുറിച്ച് നമ്മൾ പഠിക്കും. 8 ബി കോംപ്ലക്സ് വൈറ്റമിൻ, വൈറ്റമിൻ സിയും കൂടെ ചേർത്ത് 9 വാട്ടർ സോലുബിളും 4 ഫാറ്റ് സോലുബിളും കൂടി ചേർത്ത് മൊത്തം എത്ര വൈറ്റമിൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്? 13 വൈറ്റമിൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആണോ? ശരി, അടുത്തത് അത് തന്നെയാണ്, പറഞ്ഞ കാര്യം തന്നെയാണ്. there are totally 13 vitamins, out of which 9 are water soluble, 4 are fat soluble. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. സിമ്പിളായിട്ട് ഉള്ള കാര്യങ്ങൾ ആദ്യമേ പഠിക്കുക, അതിനുശേഷം നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, ഫൈൻഡ് ദ ഓഡ് വൺ. ADEC. ഇതാണ് സി. നമ്മുടെ കോഡ് എന്താണ്? ഫാറ്റ് ഇത് പറഞ്ഞു നോക്കണം, മനസ്സിൽ പറയണം. ഫാറ്റ് കേടാ അല്ലേ, KEDA. ഓക്കെ, അതിനകത്ത് A ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്, സി എന്ന് പറയുന്നത് വാട്ടർ സോലുബിൾ ആണ്. ഓക്കെ, വാട്ടർ സോലുബിൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പഠിക്കാം, ബിയും സിയും BC എന്ന് പഠിക്കാം. ഇവിടെ ഒരു AD ഉണ്ട്, AD ഫാറ്റ് സോലുബിൾ ആണെന്നും പഠിക്കാം. ഓക്കെ, ശരി. ഇനി ഫൈൻഡ് ദ ഓഡ് വൺ. അപ്പോൾ ഓഡ് വൺ കണ്ടെത്താൻ അടുത്തൊരു ചോദ്യമാണ്. അത് സയൻറ്റിഫിക് നെയിമിനെ ബേസ് ചെയ്താണ്, അല്ലെങ്കിൽ കെമിക്കൽ നെയിമിനെ ബേസ് ചെയ്താണ്. അതായത് ഓരോ വൈറ്റമിനും ഓരോ കെമിക്കൽ നെയിമുണ്ട്. എക്സാമ്പിൾ റെറ്റിനോൾ, കാൽസിഫെറോൾ, ടോക്കോഫെറോൾ, അസ്കോർബിക് ആസിഡ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ആണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞത്, ഇതൊരു ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളി നോക്കുക, ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. വൈറ്റമിൻ എയുടെ കെമിക്കൽ നെയിമാണ് റെറ്റിനോൾ, വൈറ്റമിൻ ഡിയുടെ സയൻറ്റിഫിക് നെയിമാണ് അല്ലെങ്കിൽ കെമിക്കൽ നെയിമാണ് കാൽസിഫെറോൾ, ഇയുടെയാണ് ടോക്കോഫെറോൾ, അസ്കോർബിക് ആസിഡ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സിയുടെയാണ്. അപ്പോൾ മാക്സിമം ഇതിനകത്ത് ചോദിക്കാൻ പറ്റുന്നത് ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് സിമ്പിൾ ലെവലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു MTS CHSL പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ CGL പ്രതീക്ഷിച്ചു, അല്ലെ ഗ്രാജുവേറ്റ് ലെവലിനൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ കണ്ടന്റും അതിനകത്തുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇടാൻ പറ്റുന്ന രീതിയും എല്ലാം സെയിം ആണ്. നമുക്ക് വ്യത്യാസം എന്താണുള്ളത്? ലെവൽ കൂടുന്നതനുസരിച്ച് നമുക്കുള്ള അറിവ് കൂട്ടണം, അല്ലേ? അതായത് ഫസ്റ്റ് ലെവലിൽ നമ്മൾ ഈ ADEK പഠിച്ചാൽ മതി, അടുത്ത ലെവലിൽ എന്ത് പഠിക്കണം? അതിൻ്റെ കെമിക്കൽ നെയിം പഠിക്കണം. ഓക്കെ, അപ്പോൾ കെമിക്കൽ നെയിമിനെ ബേസ് ചെയ്ത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സിമ്പിളി ഓഡ് വൺ തന്നെയായിരിക്കും. ഓക്കെ, അത് നമ്മൾ ഈ ഓരോ കെമിക്കൽ നെയിം നിങ്ങളിപ്പോൾ തൽക്കാലം ഒന്ന് ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. ഓരോന്നിനെക്കുറിച്ച് നമ്മൾ നല്ല ഡെപ്തിൽ പഠിക്കുന്നതായിരിക്കും. ശരി, ക്വസ്റ്റ്യൻ. വൈറ്റമിൻസ് സോലുബിൾ ഇൻ മിൽക്ക്, അല്ലെ പാലിൽ അലിയുന്ന വൈറ്റമിൻ. ഒരു പഴയ ക്വസ്റ്റ്യനാണ്, പണ്ട് കാലങ്ങളിൽ കണ്ടിരുന്നതാണ്, കുറേ നാളായിട്ട് ചോദിച്ചു വരുന്നില്ല. എന്നാൽ മിൽക്കിൽ, പാലിൽ അലിയുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിക്കാം. ഫാറ്റ് സോലുബിൾ, വാട്ടർ സോലുബിൾ, ഫാറ്റ് ആൻഡ് വാട്ടർ സോലുബിൾ, നൺ. ഓക്കെ, ഏതായിരിക്കും? അപ്പോൾ മിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കും, ഒരു കൊളോയിഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിക്കും. ഓക്കെ, അത് കെമിസ്ട്രിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും, സൊല്യൂഷനിൽ പോട്ടെ. അതിനകത്ത് ഫാറ്റ് ഉണ്ട്, കൊഴുപ്പില്ലേ ഉണ്ട്, വാട്ടർ ഉണ്ട്, വെള്ളമുണ്ട്, ജലമുണ്ട്. ഓക്കെ, അപ്പോൾ മിൽക്കിൽ രണ്ടും ഉള്ളതുകൊണ്ട് ഫാറ്റും ഉണ്ട് വാട്ടറും ഉണ്ട്. ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഫാറ്റിലലിയും, വാട്ടർ സോലുബിൾ ആയിട്ടുള്ളത് വെള്ളത്തിലലിയും. അതായത് മിൽക്കിൽ ബോത്ത് വാട്ടർ ആൻഡ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് രണ്ടും അലിയുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിളായിട്ട് തന്നെ അത് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ശരി, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.